നല്ല വെയിലായി. നല്ല മുറ്റടിക്കാൻ കേട്ടാ പൂക്കളിടാൻ. ഇവിടെ അങ്ങനെ കല്ലാണ് കണ്ടോ, ഇതൊക്കെ കല്ലാണ്, മണ്ണേ ഇല്ല. അല്ലെങ്കിൽ മണ്ണിട്ടിട്ട് ഞാൻ മുറ്റം വഴുകി തന്നെ എന്നിട്ട് പൂക്കളിടാൻ. ഇവിടെ മണ്ണേ ഇല്ല കേട്ടാ. ഇവിടെ മണ്ണൊക്കെ പോയിട്ട് കുറേ മണ്ണ് കാണാൻ കൊതിയാവും. ഇന്നും കുറച്ച് നാടൻ പൂ കിട്ടിയിട്ടാ. ഏട്ടൻ നടക്കാൻ പോയിട്ട് വരുമ്പോൾ വലിച്ചിട്ട് വരും കേട്ടോ. വേണ്ട ചോപ്പ് ചെമ്പരത്തിയില്ല, വേണ്ട, പകരം വെള്ളമുണ്ട്. വാരിയിടുക വെള്ളപ്പൂ. വെള്ളപ്പൂ വാരിയിടുക. നല്ല ഭംഗിയില്ലേ കാണാൻ? ഇതിൻ്റെ പേരെന്താ? ഈ പൂവിൻ്റെ പേര് നെന്തിറുവാട്ടെന്നാണ് കേട്ടോ ഞങ്ങളുടെ അവിടെ പറയുക. നിങ്ങളുടെ അവിടെ എന്താ പറയുന്നത് കമൻറ്റ് ചെയ്യണേ അറിയുന്നവർ. പിന്നെ നമ്മുടെ സൂപ്പർ പൂക്കളം. അപ്പം ഇന്നത്തെ പൂക്കൾ എങ്ങനെയുണ്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. സൂപ്പർ അല്ലേ? അതെ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്ന് ഓണം സ്പെഷ്യൽ മസാലക്കറിയാണ് കേട്ടോ നമ്മൾ വെക്കാൻ പോണത്. നമ്മൾ വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മുടെ വീഡിയോ ഫേസ്ബുക്കിലെ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ. അതെ, ഉരുളക്കിഴങ്ങ് കഴുകിയെടുക്കാം കേട്ടോ. അപ്പുറത്തെ വീട്ടിൽ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് മസാലക്കറി വയ്ക്കാം. ഇത് ഗ്രീൻ പീസ് കിട്ടാം, 150 ഗ്രാം ഗ്രീൻ പീസാണ്. എന്നാലും രാത്രി കുതിരാനിട്ടാണ് കേട്ടോ. ഇതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുക്കാം. നാല് വിസിൽ വരട്ടെ കേട്ടോ. നമുക്ക് തേങ്ങാപ്പാലൊന്നും എടുക്കാം. ഇത് 1 മുറി തേങ്ങയുടെ പാലാണ് കേട്ടോ. നന്നായി അരച്ചിട്ട് വന്നാണ്. അപ്പുറത്തെ സൗണ്ട് കേൾക്കുന്നു. നല്ല കട്ടി തേങ്ങാപ്പാലെടുക്കും. ഗ്രീൻ പീസ് എന്താ നോക്കാം. കറക്റ്റായിട്ട് വന്നു കേട്ടോ. 4 വിസിൽ ഇവിടെ മാറ്റി വയ്ക്കുക. ചട്ടിയും ചൂടാവട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായി ചൂടാവട്ടെ. എനിക്ക് 1 സവാള കേട്ടോ, വലുത്. സവാള ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. നമ്മുടെ സവാള നന്നായി വഴണ്ട് വന്നു കേട്ടോ. ഇതിലേക്ക് 1 കഷ്ണം ഇഞ്ചി, 4 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് വഴണ്ട് വരട്ടെ. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴണ്ട് വന്നു കേട്ടോ. ഇതിലേക്ക് 2 തക്കാളി ചെറുത്, തക്കാളി ഒന്ന് വഴണ്ട് വരട്ടെ. തക്കാളിയൊക്കെ നന്നായി വഴണ്ട് വന്നു കേട്ടോ. നന്നായി ഉടഞ്ഞു. ഇനി തീ കുറച്ച് വയ്ക്കുക. ഇതിലേക്ക് പൊടികളിട്ട് കൊടുക്കുക.
1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പൊടികളൊന്നും മൂത്ത് വരട്ടെ. പൊടികളൊക്കെ മൂത്ത് വന്നു കേട്ടാ. ഇനി വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല കേട്ടാ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നന്നായി തിളക്കട്ടെ. കറി നന്നായി തിളച്ചു കിട്ടാം. തിളച്ച് കുറുകി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കട്ടെ. ഒന്ന് ചൂടാവട്ടെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട്. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ചൂടായിട്ടാ. തിളക്കണ്ട, ഓഫാക്കുക. കുറച്ചുകൂടി കറിവേപ്പില ഇട്ട് കൊടുക്കട്ടെ. ഒന്ന് കുറുകിട്ടത്. ഇറക്കട്ടെ. കുറുകിട്ടത് കുറച്ച് കഴിഞ്ഞാൽ ആറിയ നല്ല കട്ടിയാവും. നിങ്ങൾ എങ്ങനെ വെക്കുന്ന കമൻറ്റ് ചെയ്യട്ടോ. ചോറ് കൊടുക്കട്ടെ കേട്ടോ. കറി നന്നായി കുറുകി കണ്ട. ഒന്നും കൂടി കുറുക, ആറിയിട്ടില്ല. സൂപ്പർ ടേസ്റ്റ്, ഇഷ്ടമുള്ള കറിയാണ്. പിന്നെ മുട്ട വറുത്തത് കേട്ടോ. ഊണ് കഴിക്കട്ടെ, ഉണ്ണിക്ക് കൊടുക്കട്ടെ. ഇന്നലെ ഗോതമ്പ് പൊടി വാങ്ങിച്ചിട്ട് വന്നാണ് കേട്ടോ. ലൂസ് പൊടിയുണ്ട്. 1 കിലോ 1 കിലോ എൻ്റെ തോന്നുന്നു. ഏട്ടൻ രാത്രി വാങ്ങിക്കുന്നു. അവിടെ പിന്നെ പറയുമൊന്നും വേണ്ട. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ പോകണ്ട. പിടിച്ച് സഹായിക്കണം. വേണ്ട, എന്നാലും പരത്തി തന്നാൽ മതി. ഉണ്ണി കണ്ട പരത്തണം, എനിക്ക് വയ്യ. വേണ്ട, ഞാൻ ചലിച്ചിട്ടാട്ടോ എടുക്കോളൂ. പതുക്കെ അരച്ചിട്ട് എന്തെങ്കിലും പ്രാണികളുണ്ടാവുന്നുണ്ടേ ഒക്കെ പുറത്ത് പോകണം. കുറേ ഓട്ടമുള്ള സാധനങ്ങളുണ്ട്. ഒന്നുമില്ല കേട്ടാ. ഞാൻ എന്നാലും ഞാൻ ചലിച്ചിട്ട് എടുക്കോളൂ. ഇതിൻ്റെ വേറെ 2 ഓട്ട ഉണ്ടായിരുന്നു. അതൊക്കെ എവിടെ? അവിടെ ഉണ്ട്. അതെന്തിനാ? അരിപ്പൊടി വലുത്. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കട്ടെ, കുഴച്ചെടുക്കട്ടെ. വൈകുന്നേരം കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ്. മിക്കവർക്കും മടിയുള്ളവർ കമന്റ് ചെയ്യട്ടെ. ഭയങ്കര എത്ര പ്രോസസ്സാണ് വാങ്ങുന്ന ചപ്പാത്തി. എന്താണെന്നറിയില്ല, അത് വലിയ സുഖമില്ല. ചിലത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ അത് മൈദയാണോ എന്നൊരു പിടിച്ചറിയില്ല. സാധാ ചപ്പാത്തി കഴിക്കണ പോലെ സുഖം പറയും. ചപ്പാത്തി ഉണ്ണിയുണ്ട പരത്തി തരിക. ആക്കൻ്റെ ഒരു നെയ്പ്പ്. ചപ്പാത്തി പരത്തി എടുക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും കാറ്റ്. ബൈ ബൈ.